എന്താ തകർപ്പൻ തിരുവനന്തപുരം, മാസ് മലപ്പുറം. അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞായിരുന്നു ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കൊണ്ടുപോയിരിക്കുന്നത് ആരായിരുന്നു? തിരുവനന്തപുരമാണെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ അത്ലറ്റിക്സിൽ ചാമ്പ്യന്മാരായിരിക്കുന്നത് നമ്മുടെ മലപ്പുറമാണ്. എന്താണല്ലേ? പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഒളിമ്പിക്സ് മാതൃകയിലാണ് നമ്മുടെ ഇത് നടത്തിയിരുന്നത്. അപ്പോൾ ഇനിയുള്ള എല്ലാ വർഷവും ഒളിമ്പിക്സ് മാതൃകയിലാക്കുന്നത് പരിഗണിക്കുമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത്. സംസ്ഥാന സ്കൂൾ കായികമേള എല്ലാ വർഷവും ഒളിമ്പിക്സ് മാതൃകയിൽ നടത്തുന്നത് ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനമെടുക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതായത് കായികമേളയുടെ ഇപ്പം നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു കായികമേള ഇന്നലെ കൊടിയിറങ്ങിയെന്ന്. അപ്പോൾ അതിൻ്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമ്പോഴാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. അധ്യക്ഷ പ്രസംഗത്തിൽ കായികമേള എല്ലാ വർഷവും ഒളിമ്പിക്സ് മാതൃകയിൽ നടത്തണമെന്ന ചിന്ത ഉയർന്നു വരുന്നുണ്ടെന്നും ഇതിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ പ്രതീക്ഷിക്കുന്നുവെന്നും നേരത്തെ നമ്മുടെ ശിവൻകുട്ടി പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം എല്ലാ വർഷവും ഒളിമ്പിക്സ് മാതൃകയിൽ നമ്മുടെ സ്കൂൾ കായികമേള നടത്തുന്നതിൽ തീരുമാനിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇന്നലെയായിരുന്നു നമ്മുടെ സമാപന സമ്മേളനം. അപ്പം ഇനി അടുത്ത കായികമേള എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ തിരുവനന്തപുരത്താണ്. അപ്പം ഓവറോൾ ക്യാപിറ്റൽ ഐഡിയൽ മലപ്പുറം. ഓവറോൾ ചാമ്പ്യന്മാരായിട്ട് 1935 പോയിൻറ്റുമായിട്ട് തിരുവനന്തപുരവും, അത്ലറ്റിക്സിൽ ഐഡിയൽ സ്കൂള് 80 പോയിൻറ്റും, അത്ലറ്റിക്സിൽ ആദ്യ കിരീടവുമായിട്ട് മലപ്പുറവും എത്തിയിരിക്കുകയാണ്. അതായത് ഓവറോൾ ചാമ്പ്യന്മാരായിട്ട് തിരുവനന്തപുരം, ചരിത്രത്തിൽ ആദ്യമായിട്ട് അത്ലറ്റിക്സിൽ മലപ്പുറം ജേതാക്കളായി. അടുത്ത സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് തിരുവനന്തപുരമാണ് വേദിയാവുക. 22 സ്വർണവും 32 വെള്ളിയും 24 വെങ്കലവും അടക്കം 247 പോയിൻറ്റ് വാരിക്കൂട്ടിയാണ് മലപ്പുറം അത്ലറ്റിക്സിലെ ജേതാക്കളായത്. 80 പോയിൻറ്റ് നേടിയ കടകശ്ശേരി ഐഡിയൽ EHSഉം SS ഉം 44 പോയിൻറ്റുമായി തിരുനാവായ നാവാമുകുന്ദ HSSഉം മലപ്പുറത്തിൻ്റെ കുതിപ്പിന് ഊർജം നൽകി. കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാരായ പാലക്കാട് 2ാം സ്ഥാനത്താണുള്ളത്. 144 സ്വർണവും 88 വെള്ളിയും 100 വെങ്കലവും ഉൾപ്പെടെ 1213 പോയിൻറ്റ് നേടി ഗെയിംസിൽ തിരുവനന്തപുരമാണ് ജേതാക്കളായിട്ടിരിക്കുന്നത്. അപ്പം തിരുവനന്തപുരമാണ് ഓവറോൾ ചാമ്പ്യന്മാരായിട്ടിരിക്കുന്നത്. പിന്നെ അത്ലറ്റിക്സിൽ മലപ്പുറം. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ വേറൊരു കാര്യം എന്ന് വെച്ചാൽ അതായത് ഈ സ്ഥാനത്തിൻ്റെ പേരിലൊരു തർക്കവും ഒരു അടിയൊക്കെ അവിടെ നടന്നിട്ടുണ്ട്, കയ്യാങ്കളി അവിടെ നടന്നിട്ടുണ്ട്. അതായത് സംസ്ഥാന കായികമേളയുടെ ഈ സമാപന ചടങ്ങിലാണ് മികച്ച സ്കൂളുകളെ പ്രഖ്യാപിക്കുന്നത്. ആ പ്രഖ്യാപിക്കുന്നതിനിടയിലാണ് പ്രതിഷേധം നടന്നിരിക്കുന്നത്. വിദ്യാർത്ഥികൾ സംഘടിച്ചതോടെ പോലീസുമായിട്ട് ഉന്തും തള്ളുമുണ്ടായിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ അതായത് നമ്മുടെ മന്ത്രിമാർ വേദിയിലിരിക്കുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. മന്ത്രിമാരായ വി ശിവൻകുട്ടിയും അബ്ദുറഹ്മാനും വേദിയിലിരിക്കുകയാണ് ഇങ്ങനെ ഒരു സംഘർഷം അവിടെ നടക്കുന്നത്. ജനറൽ സ്കൂളിൽ ഐഡിയൽ EHS കടകശ്ശേരി 80 പോയിൻറ്റ് ഒന്നാമതും, തിരുനാവായ നാവാമുകുന്ദ HSS 44 രണ്ടാമതും, കോതമംഗലം മാർ ബേസിൽ HSS മൂന്നാമതും 43 പോയിൻറ്റുമായിട്ടായിരുന്നു നിലനിന്നിരുന്നത്. സ്പോർട്സ് ഹോസ്റ്റൽ വിഭാഗത്തിൽ തിരുവനന്തപുരം GV രാജ സ്പോർട്സ് സ്കൂള് ഒന്നാമതായിരുന്നു. മുൻ വർഷങ്ങളിൽ സ്പോർട്സ് സ്കൂളുകളെയും ജനറൽ വിഭാഗത്തിലെ സ്കൂളുകളെയും പ്രത്യേകമാണ് പരിഗണിച്ചിരുന്നത്. ഇക്കുറിയും വെബ്സൈറ്റിൽ ഇതനുസരിച്ചാണ് പോയിന്റ് നില കാണിച്ചത്. അതായത് മുൻ വർഷങ്ങളിൽ എന്ന് വെച്ചാൽ സ്പോർട്സ് സ്കൂളുകളെയും ജനറൽ വിഭാഗത്തിലെ സ്കൂളുകളെയും പ്രത്യേകമായിട്ടാണ് പരിഗണിച്ചിരുന്നത്. അപ്പോൾ ഇത്തവണയും അവർ അങ്ങനെ തന്നെയാണ് ചെയ്തത്. അപ്പോൾ വെബ്സൈറ്റിൽ അതിനനുസരിച്ചാണ് അവർ പോയിന്റും കൊടുത്തിരുന്നത്. എന്നാലും 3ാം സ്ഥാനക്കാരുടെ ട്രോഫി വാങ്ങാൻ തയ്യാറായി നിന്ന കോതമംഗലത്തെ ഞെട്ടിച്ച് 3ാം സ്ഥാനക്കാരായി നാവാമുകുന്ദ സ്കൂളിനെ വിളിച്ചതോടെ കാര്യങ്ങൾ പാളി. അപ്പം 3ാം സ്ഥാനത്തേക്ക് വരുമെന്ന് വിചാരിച്ചിരുന്നത് നമ്മുടെ കോതമംഗലത്തെ സ്കൂളായിരുന്നു. പക്ഷേ 3ാം സ്ഥാനക്കാരായിട്ട് വിളിച്ചത് നാവാമുകുന്ദ സ്കൂളിനെയോടെയാണ്. അപ്പം അവിടെ അത് മൂലമാണ് പ്രശ്നമുണ്ടായത്. പിന്നാലെ 2ാം സ്ഥാനക്കാരായി GV രാജ സ്പോർട്സ് സ്കൂളിനെ പ്രഖ്യാപിച്ചു. ഇതോടെ മാർ ബേസിൽ നാവാമുകുന്ദ സ്കൂളിലെ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചു. അപ്പോൾ ഇവർ പ്രതീക്ഷിച്ചിരുന്നത് ഇവർക്ക് കിട്ടുമെന്നായിരുന്നു. അത് കിട്ടാതെ വന്നപ്പോഴാണ് ഇവർ പ്രതിഷേധിച്ചത്. ടീം മാനേജർമാർ മന്ത്രിയോട് പരാതിപ്പെട്ടപ്പോൾ പരിഹരിക്കാമെന്നായിരുന്നു മന്ത്രി മറുപടി നൽകിയത്. സ്കൂൾ കായികമേള മാനുവൽ പരിഷ്കരണത്തിൻ്റെ ഭാഗമാണിതെന്നാണ് വിശദീകരണം. അപ്പോൾ എന്തായാലും ഇത് സംബന്ധിച്ച് അവിടെ നല്ലൊരു ഉന്തും തള്ളും നടന്നിട്ടുണ്ട്. പോലീസ് മേധാവികൾ മോശമായി പെരുമാറിയെന്നും വിദ്യാർത്ഥികളെ മർദ്ദിച്ചെന്നും ഒക്കെ ആരോപണമുണ്ട്. കായികമേള ഏകോപിപ്പിച്ച് നടത്തുമ്പോൾ വിവിധ വിഭാഗങ്ങളെ പ്രത്യേകമായി കാണാനാവില്ലെന്ന് മന്ത്രി പിന്നീട് പ്രതികരിച്ചിട്ടുണ്ട്. അപ്പം അവർ ചെയ്യുന്ന വർക്കിന്, അതായത്
ഗെയിംസിനനുസരിച്ച് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ സ്കൂൾ ഒളിമ്പിക്സിലെ ഭാവിയിലെ നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞ് കുറച്ച് കുട്ടികളുടെ പേര് കൊടുത്തിട്ടുണ്ട്. മീറ്റ് റെക്കോർഡുകൾ: KC സർവാൻ സീനിയർ ഡിസ്കസ് ത്രോ 60.24 മീറ്റർ, ഷോട്ട് പുട്ട് 17.74 മീറ്റർ. പിന്നെ മുഹമ്മദ് അമീൻ MP, വിജയ് കൃഷ്ണ, ജീന ബേസിൽ, ശിവദേവ് രാജീവ്, മുഹമ്മദ് അഷ്ഫാഖ് എന്നിവരാണ് മീറ്റ് റെക്കോർഡുകൾ. ചാമ്പ്യന്മാർ M ജ്യോതിക, R ശ്രേയ, M അമൃത്, അൽക്ക ഷിനോജ്, PK സായുജ് എന്നിവരാണ്. ഓക്കെ. പിന്നെ നമ്മൾ ഇന്നലെയും പറഞ്ഞായിരുന്നു മാതൃഭൂമി മനോരമയും സ്വർണം കൊടുക്കുമെന്ന്, ഇല്ലേ? മാതൃഭൂമി കൊടുക്കുന്നത് നമ്മുടെ സർവാനും ജ്യോതികയ്ക്കുമാണ് സ്വർണ്ണപ്പതക്കം കൊടുക്കുന്നത്. അതായത് KC സർവാനും M ജ്യോതിയും ഷോട്ട് പുട്ടിൽ, ആൺകുട്ടികളുടെ ഷോട്ട് പുട്ടിലും ഡിസ്കസ് ത്രോയിലും റെക്കോർഡോടെ സ്വർണം നേടി. പാലക്കാട് പറളി സ്കൂളിലെ M ജ്യോതിക സീനിയർ പെൺകുട്ടികളുടെ 400 മീറ്ററിലും 400 മീറ്റർ ഹർഡിൽസിലും 200 മീറ്ററിലും സ്വർണം നേടി. അപ്പോൾ ഇവരുടെ ഈ 2 കളികളുടെ ബേസിൽ മാതൃഭൂമി സ്വർണ്ണപ്പതക്കം നൽകിയിരിക്കുന്നത് സർവാനും ജ്യോതികയ്ക്കുമാണ്. അതുപോലെ തന്നെ മനോരമ അഷ്ഫാഖും ജ്യോതികയും. യെസ്, മനോരമയും കൊടുക്കുമെന്ന് പറഞ്ഞില്ലായിരുന്നോ? അപ്പം മനോരമയും കൊടുത്തിട്ടുണ്ട്. അപ്പം മനോരമ കൊടുത്തിരിക്കുന്നത് മുഹമ്മദ് അഷ്ഫാഖിനും M ജ്യോതികയ്ക്കും. അപ്പോൾ ജ്യോതികയ്ക്ക് മനോരമയിൽ നിന്നും കിട്ടി, മാതൃഭൂമിയിൽ നിന്നും കിട്ടി സ്വർണ്ണപ്പതക്കം. അഷ്ഫാഖിനാണ് മനോരമ കൊടുത്തിരിക്കുന്നത്. എന്തായാലും മനോരമയും മാതൃഭൂമിയും പറഞ്ഞ വാക്കുകൾ പാലിച്ചിട്ടുണ്ട്. അഷ്ഫാഖ് ജ്യോതിക, സർവാൻ ജ്യോതിക, അവർക്കാണ് നമ്മുടെ ന്യൂസ് പേപ്പർ സ്വർണ്ണപ്പതക്കം നൽകിയിരിക്കുന്നത്.